ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അർച്ചന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ 10th പ്രിലിംസിൻ്റെ PYQ ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ 10th പ്രിലിംസിൻ്റെ PYQ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 10th പ്രിലിംസ് എക്സാം വരെ PYQ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 107/2025 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ഡ്രൈവർ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസാണ് ജനറൽ ടോപ്പിക്കായിട്ട് വരുന്നത്. അതിൻ്റെ ബാക്കി 50 ക്വസ്റ്റ്യൻസ് ആ ഒരു എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? നമുക്കറിയാം, വാഗ്ഭടാനന്ദനാണല്ലേ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദിക്കുന്നത്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? എല്ലാവർക്കും ഓർക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടിയാണ് അല്ലേ. കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയിട്ടുള്ള കേരളീയൻ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്കും ആൻസർ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ശരിക്കും ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയനാണ് ജി ശങ്കരക്കുറുപ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്? നമുക്കറിയാം, അത് CP രാമസ്വാമി അയ്യരാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് CP രാമസ്വാമി അയ്യരാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? നമുക്കറിയാം, സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കരാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് എന്നാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പത്താമത്തെ ക്വസ്റ്റ്യൻ, വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് വിമോചന സമരം നടന്നത്? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, വിമോചന സമരം നടന്നത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഓടി വരിക. അപ്പോൾ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത്
ഗുജറാത്തി ഭാഷയിലാണ്. ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ്? കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്കാണ്. മിനുക്കാണ് കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 1950 മുതൽ ഭരണഘടനയിലെ സ്വത്താവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 1978 44ാമത്തെ ഭേദഗതി വന്നത്. ഇതിലൂടെയാണ് മൗലികാവകാശമായിട്ടുള്ള ഒരു സ്വത്തവകാശം ഉണ്ടായിരുന്നു. ഈ ഒരു സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിക്കാം. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഈ ഓപ്ഷനിൽ? ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിലെ 3 ഓപ്ഷനും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്ത ഓപ്ഷൻ ഡി ആണ്. പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഓപ്ഷൻ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ആ 3 ഓപ്ഷൻസും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി എന്താണ് 19ാമത്തെ ക്വസ്റ്റ്യൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏതു അവകാശത്തെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനയിലെ അനുച്ഛേദം 21A ആർട്ടിക്കിൾ 21A ഉറപ്പുവരുത്തുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് എന്നാണ് ആർട്ടിക്കിൾ 21A വ്യവസ്ഥ ചെയ്യുന്നത്. എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രസ്താവന ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ് അല്ലേ? നമുക്ക് ആ പ്രസ്താവന ഒന്നുകൂടി വായിക്കാം. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ പ്രസ്താവനയാണിത്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? നമുക്കറിയാമല്ലേ, മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധനാണ് KN രാജ. ഓർത്തു വയ്ക്കുക, KN രാജ ആണ് 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് 25ാമത്തെ ക്വസ്റ്റ്യൻ.
അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനെയാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു പരസ്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമൂൽമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അമൂൽമായി ബന്ധപ്പെട്ടതാണ് അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും. ഇനി അടുത്തതാണ്, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ലോകരാജ്യങ്ങളുടെ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഇന്ത്യ 7ാമതാണ് ലോകരാജ്യങ്ങളുടെ വലുപ്പത്തിലുള്ള ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ് അല്ലേ? ഓക്കെ, ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഇനി നമുക്ക് 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിലാണ് കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പുന്നമട കായലാണ് അല്ലേ? പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓർത്തു വയ്ക്കുക, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമട കായൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. മറക്കരുത്, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 35ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചിയാണ് അല്ലേ? പീച്ചിയാണ് കേരള ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ്. ഓർത്തു വയ്ക്കുക, കഞ്ചിക്കോടാണ് കേരളത്തിലൂടെ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇടുക്കിയാണ്. പാലക്കാടായിരുന്നു അല്ലേ? ഇപ്പോൾ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് പുനലൂരാണ്. പുനലൂരാണ് കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത്. 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവത്രിക ദാതാവ് എന്നറിയുന്ന രക്തഗ്രൂപ്പാണ് O രക്തഗ്രൂപ്പ്. O രക്തഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. നമുക്ക് 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏത്? എന്താണ്? ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തിയാണ് ഡയഫ്രം. ഡയഫ്രം ആണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അഥവാ വിറ്റാമിനുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിറ്റാമിൻ ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ജീവകം ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടൈഫോയിഡ് ആണ് അല്ലേ? ടൈഫോയിഡ് ആണ്, ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടൈഫോയിഡ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഏതാണ്? അയോഡിൻ, തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്. അതുപോലെ രണ്ടാമത്തേത് ഏതാണ്? ഇരുമ്പ്, ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന്. ഇവ രണ്ടുമാണ് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ളത്. അയോഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, അതുപോലെ തന്നെ ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഇരുമ്പ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനോഫിലിസ് കൊതുകാണ് മലമ്പനി രോഗം പരത്തുന്ന കൊതുക്. മലമ്പനി രോഗം പരത്തുന്ന കൊതുകാണ് അനോഫിലിസ്. ഇനി 47-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ. ഇനി 48-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് കേരളത്തിൽ അവയവ കൈമാറ്റ പദ്ധതി. ഇനി 49-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. അപ്പോൾ അമിത രക്തസമ്മർദ്ദം വരാനുള്ള കാരണം എന്താണ്? ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ് വ്യാസം കുറയുന്നത് ആണ് അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടാക്കാനുള്ള കാരണം. ഇനി 50-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായിട്ടാണ് അല്ലേ? കേരള സർക്കാർ തുടക്കം കുറിച്ച അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസിലെ 50 ജനറൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതൊരു ഡ്രൈവർ പോസ്റ്റിലേക്ക് നടന്നിട്ടുള്ള ഒരു 10th ലെവൽ എക്സാം ആണ്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയും ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് 10th ലെവലിൻ്റേതായിട്ടുള്ള PYQ നോക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള PYQ സ്റ്റാർട്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇനിയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. PYQ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.